ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ടുമാറോ ഇസ് മൈ ബർത്ത്ഡേ. അപ്പം ഞാനാണെങ്കിൽ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു സെറ്റിംഗ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ടൈം 5:10 ആയിട്ടുണ്ട്. അപ്പം 5:10 അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇനിയിപ്പം 6:30 ആകുമ്പോൾ ട്യൂഷന് പോകണം. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ 9 മണിയാവും. പിന്നെ ഇറങ്ങി പിന്നെ രാവിലെ എനിക്കിപ്പോൾ ബർത്ത്ഡേ നമുക്ക് സെറ്റ് ചെയ്യാം. അതാ ഫസ്റ്റ് വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ആ ബോക്സിനകത്ത് ടിഷ്യൂ വെച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടിഷ്യൂ ആണ് ഞാൻ വയ്ക്കുന്നത്. ഇതാ ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാം. ഇതാ ഇതാണ് ഡ്രസ്സ്. അപ്പം ഇത് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ കാണും. നാളെ എൻ്റെ ഫുൾ വീഡിയോ കാണും. അപ്പം അത് നോക്കിയാൽ മതി. അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഇതാ ഞാൻ മടക്കിയിട്ട് ഒരു സംഭവം കൂടി ചെയ്യും. നമ്മുടെ ഇതിൻ്റെ വള്ളിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കെട്ടി വയ്ക്കും ഗൈസ്. ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കെട്ടി വയ്ക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. എന്നാലും അത്ര ഒന്നും ഒതുങ്ങിയിരിക്കത്തില്ല ഗൈസ്. നമ്മുടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യുക. ഉള്ളിലോട്ട് കയറത്തില്ല, ഇങ്ങനെ ഇതായിട്ടിരിക്കും, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതാ ഇങ്ങനെ എൻ്റെ ഇത് ഈ ബോക്സ് കിട്ടിയപ്പോഴുള്ള എല്ലാ ബർത്ത്ഡേക്കും ഇതിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുമ്പം ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോക്കറാണ്. ബ്ലാക്ക് കളർ വന്നിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഗൈസ്. ഇത് നമുക്കിത് പാക്ക് ചെയ്യാനായിട്ട് എടുക്കാം. പിന്നെ ഇയറിങ്സ് എന്ന് പറയുമ്പം ഈ ഒരു ഗോൾഡൻ ടച്ച് വന്നിട്ട് വൈറ്റ് കളർ സ്റ്റോൺസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ ഭംഗിയുണ്ട്. ഈ കേസ് ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ, പല ലൈറ്റ് ഇടുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ടോപ്പിലായിട്ട് ഇങ്ങനെ വയ്ക്കാം. പിന്നെ ബാലൻസ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കയ്യിൽ ഈ ഒരു ചെയിനും പിന്നെ റിങ്ങും പിന്നെ ഒരു ആംഗിളിറ്റ് ഇടുന്നുണ്ട്. കാല് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മേക്കപ്പ് പൗച്ച് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൽ കണ്ണാടി വരുന്ന ഒരു ടൈപ്പ് അതിൻ്റെ ആണ്. അത് ക്ലോസ് ചെയ്യുന്ന ടൈപ്പാണ്, അതിൻ്റെയാണ്. അപ്പം ഇതിനകത്തേക്ക് ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ വയ്ക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ പിന്നെ ഐലൈനർ. ഇത് ക്ലോസ് ആകത്തില്ല, എല്ലാം കൂടി വെച്ച് കഴിയുമ്പം. പിന്നെ എല്ലാം ഞാൻ വെക്കുന്നില്ല. ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ രണ്ടാമത്തെ ഒരു ലിപ്സ്റ്റിക്ക് റെഡ്. അതിൻ്റെ ക്യാപ്പ് കളഞ്ഞു പോയി. അപ്പം ഞാൻ വെക്കുന്നത് ഒരു ഇതും കൂടി വയ്ക്കുന്നുണ്ട്. മസ്കാര. പിന്നെ ലിപ് ബാം അവിടെ ഇതിനകത്ത് വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ വെച്ചില്ല. അത് ഞാൻ കുറേ നേരത്തെ നോക്കുന്നത്. അതും ഇതിലോട്ടൊന്ന് വെച്ചു. നമുക്ക് ലിപ് ബാമും കൂടി എടുക്കാം. ലിപ് ബാം എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ ഏത് സംഭവം മറന്നു വെച്ചത്. നമുക്കിതൊന്നും കൂടി പാക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഞാൻ വെക്കുന്നത് ഇതിനകത്തുകൊണ്ട് ഒരു ഐഷാഡോ പാലറ്റാണ്. ഇരുന്നിട്ടുണ്ട്, എടുക്കാൻ പറ്റുമോ? ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം കൂടി ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. നമുക്കിതിനകത്ത് ഈ ടൈപ്പ് ഇതൊക്കെ വെച്ചാൽ മതി. ലിപ്സ്റ്റിക്ക്, പിന്നൊരു സ്മൂത്തിൻ്റെ ലിപ് ബാം. അത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും, അതുകൊണ്ട് നമ്മൾ തുറന്നാണ് വയ്ക്കുന്നത്. അതും വെച്ചു. ഇനി നമ്മൾ ഐഷാഡോ പാലറ്റ് ഈ ഒരു പോർഷൻ കൂടിയാണ്. ഇനി നമുക്ക് വള വേണം. അപ്പോൾ ഗൈസ് ഇത് വള വയ്ക്കുന്ന ഇതിനകത്താണ്. എനിക്ക് വളയുടെ കാര്യം അത്ര കളേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അത്രയും ഇല്ലതാനും. ഇതായത് നേരത്തെ നോക്കിയില്ലിപ്പം ഞാൻ വേറെ റെഡ് ലിപ് ബാമാണ്. റെഡിൻ്റെ ആണെന്ന് വെച്ചത്. സെയിം ബ്രാൻഡ് തന്നെ, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഉണ്ട്. ഒരു സ്മെല്ലിൻ്റെ കാര്യമൊക്കെ
ഡിഫറെൻ്റ്. അപ്പോൾ ഇത് ന്യൂ ആണ്, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി, അതേ പറഞ്ഞു സ്മെല്ല് ഡിഫറൻസ് ഉണ്ടെന്ന്. അത് വെച്ചിട്ട് വള എനിക്ക് ആ കുറച്ച് കളേഴ്സേ ഉള്ളൂ, കാണിച്ചു തരാം. എന്താ ഈ ഒരു കളർ പിങ്ക് 8 ഉണ്ട്, ഇത് 12 ഉണ്ട്, ഇത് 10 ഉണ്ട് യെല്ലോ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് 2 എണ്ണമാണ്. 2 എണ്ണം ഞാൻ ഇതിൻ്റെ കൂടെ ആ ഒരു കളർ എനിക്ക് 2 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതല്ല എങ്കിൽ ഞാൻ വേറൊരു കോംബോ പോലെ വേറൊരു രീതിയിൽ ഇതിന് ചിലപ്പോൾ പെയർ ചെയ്യാം. ഇതാ നടുക്കൊരു ഗോൾഡനിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇതാ ഈ ഒരു ഇതെല്ലാം മാച്ചിങ് കളേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതാ ഈ ഒരു കളർ കോഡിൽ ഇടും ഇങ്ങനെ. അപ്പം ഇതാ ഇതുപോലെ കിടക്കും. അപ്പം എന്താ ഇതും ആണ് നമ്മുടെ പാക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും ഉണ്ട് ഗൈസ്, നമുക്ക് കുറച്ച് ഹെയർ ക്ലിപ്സ് വേണം സ്റ്റൈൽ ചെയ്യുമ്പം. അതിനുവേണ്ടി ഇതാ 1 2 3 4 5 6 7 8 എണ്ണം എടുക്കുന്നുണ്ട്. 8 ക്ലിപ്സാണ്. അതെല്ലാം നമ്മളിതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു ഡെസ്പായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ ഈ വള വെക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഞാനിതെല്ലാം പാക്ക് ചെയ്യാൻ എടുക്കുകയാണ്. ഇതല്ലാതെ തന്നെ വെക്കാം, നമുക്കൊരു ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സേഫായിട്ട് അത് വെക്കണം. ഇതാ ഇത് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മുടെ ക്ലിപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ എന്നെണ്ണം ഇതാണ് നമ്മളിതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ പിന്നെ ഐഷാഡോ പാലറ്റ്, അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വയ്ക്കാം, സ്പേസ് ആണല്ലോ. പിന്നെ എൻ്റെ ചപ്പൽ എന്ന് പറയുമ്പോൾ ഹീൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബ്ലാക്ക് കളറിലെ ഒരു ഹീൽസാണ്. ഇതാണ്, ഇത് പുതിയതാണ്, മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. 200 സംതിങ്ങേ ഉള്ളൂ. അത് റൂമിൻ്റെ സൈഡിൽ തന്നെ ഞാൻ റെഡി ആവാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലിപ് ലൈനർ. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്യണം. ചീർപ്പ് വെക്കണം, ഒരു ചീർപ്പും അതിൻ്റെ കൂടെ വെക്കാം. എന്നിട്ട് ഇതെല്ലാം എവിടെ വെക്കുന്നതെന്ന് കാണണ്ടേ, ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം. അത് ഇനിയും ഈ ഒരു ടേബിൾ ഇനി നീറ്റാക്കുന്നൊരു വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. എന്താ ഡ്രസ്സ് ഇവിടെ വെച്ചു, ദെൻ ഒപ്റ്റക്കൽസിൻ്റെ അതിൽ പാക്ക് ചെയ്ത് നമ്മുടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും അതിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ടോപ്പ് അതിൻ്റെ മുകളിൽ. പിന്നെ നമ്മുടെ തറപ്പോയി ഗൈസ് നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും അത് ടോപ്പിൽ വെച്ചിട്ട് ഇത് അതിൻ്റെ സൈഡിലായിട്ട് വെക്കാം. പിന്നെ വാച്ച് ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ആ ഒരു വള ഡാർക്ക് ബ്ലൂ കളറുള്ള വള ഇടുന്നുണ്ട് ആ പടത്തിൽ. പിന്നെ നമ്മൾ ചീർപ്പ് വെച്ച സൈഡിലായിട്ട് ഐഷാഡോ പാലറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അപ്പോൾ കുഴപ്പമില്ല. സെറ്റ്. അപ്പോൾ ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ഇത് ടേബിൾ നീറ്റാക്കുന്നതായിരിക്കും. അപ്പം അത് പോയി കാണുക. ബൈ.